വേനൽ ചൂട് അതിക്രമിക്കുമ്പോൾ നമ്മുടെ ശരീരം തണുപ്പായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചില ഭക്ഷണങ്ങളും പാനീയങ്ങളും ശരീരത്തിൻ്റെ ചൂട് കൂട്ടുകയും ദേഹ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യാം. ഐസ്ക്രീം അധികമായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് തോന്നിപ്പിച്ചാലും ശരീരത്തിൻ്റെ ഉള്ളിലെ ചൂട് കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നില്ല. പകരം പഞ്ചസാരയും ഫാറ്റും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. കാപ്പി, ചായ എന്നിവയുടെ അധിക ഉപയോഗം മൂലം കഫീൻ ശരീരത്തെ ഡീഹൈഡ്രേറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. വേനലിൽ അധികമായി ചായയോ കാപ്പിയോ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫ്രൈഡ് ഫുഡുകൾ അഥവാ എണ്ണയിൽ വറുത്ത ആഹാരങ്ങളായ പക്കോട, ചിപ്സ്, ഫ്രൈഡ് സ്നാക്കുകൾ തുടങ്ങിയവ ദഹിക്കുവാൻ സമയം എടുക്കുകയും ശരീരചൂട് കൂട്ടുകയും ചെയ്യും. സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ തണുപ്പായി തോന്നിയാലും പഞ്ചസാര കൂടുതലായതിനാൽ പിന്നീട് കൂടുതൽ ദാഹമുണ്ടാക്കും. അത് ശരീരത്തിന് ദോഷവും ചെയ്യും. അധിക മസാലയുള്ള ഭക്ഷണം കഴിച്ചാൽ ചൂട് കൂടിയ സമയത്ത് സ്പൈസി ഫുഡ് ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിച്ച് അസ്വസ്ഥതയുണ്ടാക്കാം. പകരം എന്ത് കഴിക്കാമെന്ന് നോക്കാം. തണ്ണിമത്തൻ, വെള്ളരിക്ക, തേങ്ങാവെള്ളം, മോരും വെള്ളം, അങ്ങനെ ലഘുവായ വീട്ടുഭക്ഷണം, അതായത് വെള്ളം ധാരാളമായി അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഈ സമയത്ത് കൂടുതലായി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. വേനൽക്കാലത്ത് ശരീരം തണുപ്പായി സൂക്ഷിക്കുവാൻ ലഘു ജലസമ്പന്നം, പ്രകൃതിദത്തം എന്നതാണ് ഏറ്റവും നല്ല ഭക്ഷണമന്ത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മലയാളി 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.